പ്രിയപ്പെട്ടവരെ, ഈ മഹതിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു അതിജീവിതനെ ഒപ്പം നിൽക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. പക്ഷേ ഈ മഹതിയുടെ അതിജീവിതൻ അല്ല എൻ്റെ അതിജീവിതൻ. ഈ മഹതിയുടെ അതിജീവിതൻ മാങ്കൂട്ടത്തിൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് ഞാൻ മാങ്കോഴി എന്ന് വിളിക്കുന്നവനാണ് ഈ മഹതിയുടെ അതിജീവിതൻ. എൻ്റെ അതിജീവിതൻ ഒരു പാവത്താൻ, മനസ്സിന് സങ്കടം വരുമ്പോഴും സന്തോഷം വരുമ്പോഴൊക്കെ കുടിച്ച് അത്യാവശ്യം പൂസായിട്ട് സോഷ്യൽ മീഡിയ വന്നിരുന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കുടിക്കും, പണ്ട് കുടിയനായിരുന്നു എന്നൊക്കെ തള്ളിവിടുന്ന ഒരു രാജൻ ജോസഫാണ് എൻ്റെ അതിജീവിതൻ. അദ്ദേഹം, ഞാൻ അയാളെ ഇതുവരെ കണ്ടിട്ടില്ല. ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട് ഫോണിൽ കൂടി. അയാളുടെ ഗ്രൂപ്പിൽ ഞാൻ മെമ്പറാണ്. അയാൾ സമൂഹ മധ്യത്തിലേക്ക് കൊണ്ടുവന്ന പല ഇവരുടെയും അഴിമതി കഥകളും നാറ്റക്കഥകളും ശരിയായിരുന്നുവെന്ന് എനിക്ക് ബോധ്യമായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ അദ്ദേഹമായിട്ട് ചങ്ങാത്തം കൂടുന്നതും പിന്നെ അദ്ദേഹത്തെ സംസാരിക്കുന്നതും ഫോളോ ചെയ്യുന്നതുമൊക്കെ. അപ്പം അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് രാഹുൽ മാങ്കൂട്ടം. അതായത് ഇദ്ദേഹത്തിൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹം വന്നിരുന്നേ സംസാരിക്കുമ്പോൾ സ്ക്രിപ്റ്റൊന്നും ഇല്ലാതെ സംസാരിക്കുന്നത്. ആ വൈറ്റ് സ്വാനിലൊക്കെ വന്നിട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഇച്ചിരി നിയന്ത്രണം വിട്ടുപോകും, ആവേശഭരിതനായിട്ട് ചിലപ്പോൾ. എന്നാൽ പോലും കഴിയുന്നതും അയാൾ തെറി പറയുകയില്ല. ഞാൻ മനസ്സിലാക്കിയതാണ്. എന്നെ ഈ സ്ത്രീയെ പറ്റിയിട്ട വീഡിയോയിൽ നിന്ന് അവരുടെ പറമ്പിൽ മുരിക്ക് വെച്ച് പിടിപ്പിച്ചാൽ കൊള്ളാമെന്നോ, പിന്നെ അവരുടെ വീട്ടിൽ നിന്ന് ഏറ്റുമാനൂർക്കാരൻ കുര്യാക്കോസിൻ്റെ മകൻ എബിൻ താമസിച്ചെന്നോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നത് കേട്ടോ. അല്ലാതെ പച്ചത്തെറി പറയുന്നത് ഞാൻ കേട്ടില്ല. പക്ഷേ പച്ചത്തെറി പറയുന്നത് ഞാൻ കേട്ടത് ശ്രീനാദേവിയും അവളുടെ ആങ്ങളെയും കൂടി പച്ചത്തെറി പറയുന്നത് ഞാൻ കേട്ടു. ഞാനത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങളിപ്പോൾ അത് കേൾപ്പിക്കാനാണ് പോകുന്നത്. അപ്പം അതിനു മുമ്പ് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ആദ്യമേ ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ ഒരു കറകളഞ്ഞ ആജന്മ കോൺഗ്രസ്സുകാരനാണ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും ശ്രീനാദേവിയുടെയും ഒക്കെ പിതാക്കന്മാർ പോലും കോൺഗ്രസിനെ പറ്റി ചിന്തിക്കുക പോലും ചെയ്യാതിരുന്ന കാലത്ത് കോൺഗ്രസ്സായി ജനിച്ചു വളർന്നവനാണ് ഞാൻ. 16-ാമത്തെ വയസ്സിൽ VM സുധീരനും MM ഹസനും ഇപ്പോൾ സംഖ്യയായി മാറിയ പഴയ KSUകാരൻ ഒരു രാമൻ നായരുണ്ട്. അയാളുമായിട്ട് വേദി പങ്കിട്ട് പ്രസംഗിച്ച ഒരു കോൺഗ്രസ്സുകാരനാണ് ഞാൻ. ഇത് തുടക്കത്തിൽ ഞാൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, രാഹുൽ മാങ്കൂട്ടത്തിനും ശ്രീനാദേവിക്കുമൊക്കെ എതിരെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അവരെ കമ്മിയായിട്ട് മുദ്ര കുത്തി വഷളാക്കാൻ ശ്രമിക്കുന്ന ഒരു ട്രെൻഡ് ഇവരുടെ രണ്ടുപേരുടെ ഈ സൈബർ ഗുണ്ടകൾക്കും ഇവർക്കുമുണ്ട്. അങ്ങനെ ഒരു നാരറ്റീവ്, ഒരു ഭാഷയെ സൃഷ്ടിച്ചെടുക്കും. ഇവർക്കെതിരെ എന്ത് പറഞ്ഞാലും അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രി VD സതീശനെയാണല്ലോ ഇവർ ആദ്യം പറയേണ്ടത്. രാഹുൽ മാങ്കൂട്ടത്തെ പുറത്താക്കിയത് മുൻകൈ എടുത്ത അദ്ദേഹമല്ലേ. അദ്ദേഹത്തിന് പല തിരക്കായിപ്പോയി. അല്ലെങ്കിൽ ഇവരെയൊക്കെ ഒതുക്കേണ്ട എങ്ങനെയാണെന്ന് അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം എപ്പോഴും ധർമ്മത്തിൻ്റെ നീതിയുടെയും പക്ഷത്ത് നിൽക്കണമെന്ന് അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരുത്തനാണ് ഞാൻ. ഇന്ന് കേരളത്തിലൊരു നലം തികഞ്ഞൊരു കോൺഗ്രസ്സുകാരനുണ്ടെങ്കിൽ അത് VD സതീശൻ മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. രമേശ് ചെന്നിത്തല കുഴപ്പമില്ല. പക്ഷേങ്കിൽ കാലത്തിനൊത്ത് കേരളത്തിൽ ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ കേരളത്തിന് വേണ്ടത് ഇതാണെന്ന് തിരിച്ചറിഞ്ഞ് അതനുസരിച്ച് അതിൻ്റെ നയങ്ങൾ കരുപ്പിടിപ്പിച്ചു കൊണ്ടിരുന്ന ഒരേ ഒരു കോൺഗ്രസ് നേതാവേ ഉള്ളൂ, അത് VD സതീശനാണ്. അദ്ദേഹത്തിന് ഒത്തിരി പരിമിതികളുണ്ട്. കോൺഗ്രസിൻ്റെ ദേശീയ തലത്തിലെ ചില പാളിച്ചകൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നുണ്ട്. അതൊക്കെയുള്ളൂ. അത് ഞാൻ അതിനെപ്പറ്റിയൊക്കെ തുടർന്ന് പറയുന്നില്ല, അത് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ എന്നെ കമ്മിയായിട്ട് മുദ്ര കുത്താൻ ആരും ശ്രമിക്കേണ്ട. അപ്പം ഈ ക്രിമിനൽ ബുദ്ധികളുടെ ഈ ക്യാമ്പുകളിലെ പണിയൊക്കെ എൻ്റെ അടുത്ത് കൊണ്ടുവരാൻ ശ്രമിക്കേണ്ട. അപ്പോൾ ഓർമ്മ വെച്ചപ്പോൾ മുതൽ കോൺഗ്രസിൻ്റെയും ഗാന്ധിജിയുടെയും നെഹ്റുവിൻ്റെയൊക്കെ അപദാനങ്ങൾ എൻ്റെ ഹൈസ്കൂൾ അധ്യാപകനായിരുന്ന അപ്പൻ പറയുന്നത് കേട്ട് വളർന്ന പാരമ്പര്യമാണ് എൻ്റേത്. അത് ഇന്നും എനിക്ക് ധൈര്യമായിട്ട് പറയാം, ഇന്നും അതെനിക്ക് കൈമോശം വന്നു പോയിട്ടില്ല. അപ്പം രാജൻ ജോസഫിൻ്റെ കാര്യം പറയാണല്ലോ നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ ആ പാവപ്പെട്ട രാജൻ ജോസഫിനെ ജാമ്യമില്ലാതെ കേസെടുത്ത് അടൂരെ കൊണ്ട് ജയിലിലടച്ചെന്നൊക്കെ പറയുന്നത് കേട്ടു. അത് ഈ സ്ത്രീ പറഞ്ഞു. ഇതാണ് ഞാനിപ്പോൾ വീഡിയോ ചെയ്യാൻ വരുന്ന പ്രധാന കാര്യം. ഇതാണ് രാജൻ ജോസഫിൻ്റെ കക്കൂസ് മാലിന്യമാണ് വായിലെന്ന് ധ്വനി വരത്തക്ക വണ്ണമുള്ള ഒരു സംഭാഷണം ഇവർ പല ദിവസമായിട്ട് നടത്തുന്നത് കണ്ടു. അതെ, പല പാവം പെൺകുട്ടികളെ പിഴപ്പിച്ച് 3 പേര് കേസ് തന്നെ കൊടുത്തു കഴിഞ്ഞ് അവരെ ഗർഭിണികളെ, എല്ലാത്തിനും സോഷ്യൽ പബ്ലിക് ഡൊമൈനിൽ തെളിവ് കിടക്കുകയാണ്, ഗർഭിണികളാക്കി അവരെ നിർബന്ധിച്ച് ഈ ഗർഭഛിദ്രം നടത്തിയ ഒരു വൃത്തികെട്ടവനെ എന്ന് പറയാൻ അതിജീവിതനാക്കി ചിത്രീകരിച്ചുകൊണ്ട് അവനെ സപ്പോർട്ട് ചെയ്യുന്ന സ്ത്രീയാന്ന് ഓർക്കണേ. ഇവർക്ക് സ്ത്രീത്വത്തോടെ എന്തുമാത്രം മതിപ്പുണ്ട്, ബഹുമാനമുണ്ട്. അവർ ആ പാവപ്പെട്ട പീഡിപ്പിക്കപ്പെട്ട, അല്ലെ പീഡിപ്പിക്കുന്ന പറഞ്ഞാൽ ശാരീരിക പീഡനമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇവൻ മാനസികമായിട്ടാണ് പെൺകുട്ടി. അവൻ്റെ സൈഡിൽ നിൽക്കുമോ? ഇവരുടെ സ്ത്രീത്വത്തോടുള്ള ബഹുമാനം എന്തുമാത്രമാണെന്ന് അറിയാൻ ഒറ്റ സംഭവം മതി, ഇവരുടെ ഒറ്റ സ്റ്റാൻസ് മതി. അപ്പം ഇവർ ഈ
രാജൻ ജോസഫിൻ്റെ വായിൽ ഇതാണെന്ന് പറഞ്ഞാണ് എനിക്ക് ചൊടിച്ചത്. സത്യം പറഞ്ഞാൽ ഇവരുടെ ആങ്ങളുടെയും വായിലാണ് ഇത് പിന്നെ കക്കൂസ് മാലിന്യം ഉള്ളതെന്ന് തെളിയിക്കാനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവളെന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ തിരിച്ചിരിക്കും, ഇവൾക്ക് എൻ്റെ മകളുടെ പ്രായം പോലുമില്ല, ഇവൾ ഏറ്റവും മാന്യമായ രീതിയിൽ അവളെന്നുള്ള സംബോധന മാത്രമേ അർഹിക്കുന്നുള്ളൂ. അപ്പം അപ്പം നിങ്ങൾക്ക് ഈ അൺഎഡിറ്റഡ് ആയിട്ടാണ് ഞാൻ ഈ കുഞ്ഞ് സംഭാഷണം ഒന്ന് കേൾപ്പിക്കുന്നത്. ഇത് എസ് ബി വൈബ്സ് ഇന്നലെ തന്നെ ഇട്ടിരുന്നു. അയാൾ ഇവിടെ തെറി കേൾപ്പിച്ചു, പക്ഷേങ്കിൽ ഇവിടെ സഹോദരൻ ശ്രീനാഥ് ഉണ്ണിത്താൻ എന്ന് പറയുന്നുണ്ട് തെറി കേൾപ്പിച്ചില്ല. അപ്പോൾ അൺഎഡിറ്റഡായിട്ട് നിങ്ങൾ കേട്ടാൽ മാത്രമേ ആ തെറിയുടെ തീവ്രത നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അതിനകത്ത് വെറും പച്ചത്തെറി മാത്രമല്ല, രാജൻ്റെ അപ്പൻ്റെ ചരമദിനമായിരുന്നു. നിൻ്റെ അപ്പൻ്റെ അടുത്ത് കുഴിയിൽ നീയുടെ ഇത് അതായത് ഇൻഡയറക്റ്റായിട്ട് വധഭീഷണിയും കൂടെ മുടക്കുന്നുണ്ട്. അതായത് ഈ BNS അനുസരിച്ച്, ഭാരതീയ ന്യായ സംഹിത അനുസരിച്ച് 351, 352 വകുപ്പുകൾ ഇൻറ്റിമിഡേഷൻ, ക്രിമിനൽ ഇൻറ്റിമിഡേഷൻ ഉണ്ട്. അപ്പോൾ അതിന് ഞാൻ അന്നേ രാജനോട് പറഞ്ഞതാണ്, രാജ ഇതുകൊണ്ട് കേസ് കൊടുക്കും. ഇപ്പോൾ വലിയ കേസ് കൊടുപ്പുകാരത്തിയാണ്, ശൂന്യതയിൽ നിന്ന് കേസുണ്ടാക്കിയെടുക്കാൻ മേടിക്കുകയാണ്. അപ്പം അതിന് തെളിവുകളൊക്കെ എൻ്റെ ഉണ്ട്. അത് അടുത്ത ദിവസങ്ങളിൽ വേറെ വീഡിയോകളായിട്ട് ഞാൻ ചെയ്യാം. എന്തിനും കേസിലേക്ക് കോടതിക്ക് ഓടുക. കോടതി അപ്പോൾ ഒരു സ്ത്രീയല്ല ചെല്ലുന്നത്, എന്നിട്ട് വാച പഠിക്കും, കുറേ വാച പഠിക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് ഇന്ന് നേടാമെന്നാണ് ഇവിടെ ധാരണ. എന്തായാലും ഉള്ള അൺഎഡിറ്റഡ് ആ ഫോൺ സംഭാഷണം നിങ്ങളൊന്ന് കേൾക്കുക. അത് കേൾപ്പിച്ചിട്ട് ബാക്കി ഞാൻ പറയാം. ആ തന്തയ്ക്കുണ്ടായല്ലോ നീ ഈ വീഡിയോ നടക്കുന്നത് തുണ്ടച്ചിത്തായി നീ എവിടെ ഉള്ളത്? ഞാൻ എറണാകുളത്തുണ്ട്. നിന്റെ പുല്ല് ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഇനി നിന്റെ അളിയനാവാന്ന് പറഞ്ഞ് നിൽക്കുന്നവരുണ്ടല്ലോ, അവരും വിചാരിച്ചിട്ട് പുല്ല് ചെയ്യാൻ പറ്റത്തില്ല ആൾക്കാർ കേട്ടോ. നീ വാ ഒന്നുകൂടെ കേൾക്കാം. ആ തന്തയ്ക്കുണ്ടായല്ലോ നീ ഈ വീഡിയോ നടക്കുന്നത് തുണ്ടച്ചിത്തായി നീ എവിടെ ഉള്ളത്? ഞാൻ എറണാകുളത്തുണ്ട്. നിന്റെ പുല്ല് ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഇനി നിന്റെ അളിയനാവാന്ന് പറഞ്ഞ് നിൽക്കുന്നവരുണ്ടല്ലോ, അവരും വിചാരിച്ചിട്ട് പുല്ല് ചെയ്യാൻ പറ്റത്തില്ല ആൾക്കാർ കേട്ടോ. ഞാൻ വരും അങ്ങോട്ട്. നീ വാ ഇതാണ് സംഭവം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത്രയും തെറി വിളിച്ചിട്ട് രാജൻ തിരിച്ചൊരു തെറി പോലും വിളിക്കുന്നില്ല. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ രാജൻ്റെ വായിലാണോ അതായത് ബൈ നാച്ചുറൽ ആരുടെ വായിലാണ് കൂടുതൽ മാലിന്യം ഉള്ളത്? നിങ്ങൾ അല്പമെങ്കിലും മനസാക്ഷിയുണ്ട്, നിങ്ങൾ തീരുമാനിക്കുക. ഈ സംഭവം നടന്ന് ഏതാണ്ട് മിനിറ്റുകൾക്കുള്ളിൽ രാജൻ്റെ ഗ്രൂപ്പിൽ ഇതിട്ടു. അന്ന് ഞങ്ങളതൊക്കെ ഡൗൺലോഡ് ചെയ്തും സേവ് ചെയ്തുമൊക്കെ വെച്ചതാണ് ഇപ്പോൾ നിങ്ങൾ ഈ കേൾപ്പിച്ചത്. അപ്പോൾ ഈ ഫോൺ വിളി ഇവള് പറയും ഞാനല്ല വിളിച്ചെന്ന് പറഞ്ഞാൽ ഇവിടെ ശബ്ദം ഒന്നും എനിക്കറിയാം. ഇവളെ വിളിച്ചെന്നുള്ളതിൻ്റെ എൻ്റെ ഈ പ്രൂഫുണ്ട്, ഞാനെല്ലാം സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഇത് അന്ന് ഉണ്ണിത്താനെന്നാണ് ഈ പ്രൊഫൈലിൽ കണ്ടിരുന്നത്. അത് കുറച്ച് നാളത്തേക്ക് നിദ്രാവസ്ഥയിലായിരുന്നു. അത് പിന്നെ റെസ്പോൺസും ഇല്ലാതെ പെട്ടെന്ന് അത് കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞപ്പോൾ ഇത് വീണ്ടും ഇത് പബ്ലിക് ഡൊമൈനിൽ പിന്നെ ഇത് പ്രത്യക്ഷപ്പെട്ടു. ഇപ്പോൾ ശ്രീനാദേവിയുടെ പേര് തന്നെയാണ് അതിനകത്ത് കിടക്കുന്നത്. അതിൻ്റെയൊക്കെ സ്ക്രീൻഷോട്ടുകൾ നമ്മുടെ കയ്യിലുണ്ട്. ഏത് കേസിലും അത് നമുക്ക് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. നമ്മൾക്ക് ഇഷ്ടം പോലെ സൂക്ഷിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇവള് വലിയ IT കാരത്തിയാണ്. അപ്പം നമുക്കിട്ട് പണിയാൻ വന്നു കഴിഞ്ഞാൽ തെളിവുകൾ വേണമല്ലോ. അപ്പം ഇപ്പം ഡിജിറ്റൽ തെളിവുകളുടെ കാലമാണല്ലോ, പ്രൈമറി എവിഡൻസ് ആയിട്ട് മാറിയിരിക്കുന്ന കാലമാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളതൊക്കെ എടുത്ത് കൃത്യമായിട്ട് സൂക്ഷിച്ച് വെച്ചിട്ടാണ് കളിക്കുന്നത്. IT കാരത്തിയോടൊക്കെ കളിക്കും. IT കാരത്തി എന്ന് പറഞ്ഞാൽ വലിയ IT കാരത്തി ഒന്നുമല്ല, മൗണ്ട് സിയോണിലല്ലേ എഞ്ചിനീയറിംഗ് പഠിച്ചത്, BTech ഒക്കെ പഠിച്ചത്. പിന്നെ IAS കോച്ചിങ്ങിന് പോയി. അന്ന് അവിടുന്ന് ഒരു ഇച്ചിരി അതിൻ്റെ വിവരം കിട്ടി. IAS കിട്ടിയില്ല. അപ്പോൾ അത്രയും മിടുക്കൊക്കെ ഉള്ളൂ ഈ പറയുന്നത്. പിന്നെ നാക്കിൻ്റെ പച്ച. അപ്പോൾ ഇനി പച്ചത്തെറി നിങ്ങൾ കേട്ട് കഴിഞ്ഞല്ലോ. ആങ്ങളെയും പെങ്ങളെയും കൂടി ഇത്ര പുഴുത്ത തെറി പറഞ്ഞിട്ടും രാജനൊരു അക്ഷരം തിരിച്ചു പറയുന്നില്ല. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ശ്രീനാദേവി എന്ന കപടം നാട്യക്കാരുടെ അവരുടെ സഹോദരൻ്റെയും തന്നെയല്ലേ പുഴുത്ത നാവ്? നിങ്ങൾ ഇനിയെങ്കിലും തീരുമാനിക്കുക. ഇനി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 2 വകുപ്പുകൾ BNS 351, 302, 352. അത് ക്രിമിനൽ ഇൻറ്റിമിഡേഷൻ ഉണ്ട്. അങ്ങോട്ട് വരുന്നുണ്ട്, അതിനെ അടിക്കും, ഇതാക്കി കളയുമെന്ന് പറഞ്ഞാണ്, തട്ടിക്കോളൂ എന്ന് പറയുന്ന മട്ടിലാണ് സംസാരിക്കുന്നത്. എല്ലാം അതിനകത്തുണ്ട്. കുഞ്ഞിതിൽ അത്ര ഇതുണ്ട്. ഡിജിറ്റൽ എവിഡൻസ് ഈസ് പ്രൈമറി എവിഡൻസ്, പ്രത്യേകം ഓർക്കുക.
അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ അന്നേ രാജനോട് പറഞ്ഞതാണ്, രാജ ഇതുകൊണ്ട് കേസ് കൊടുക്കാൻ. രാജൻ അതൊന്നും മൈൻഡ് ചെയ്തില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് പോകുന്നത്. അന്നേ ഇവള് തൊട്ടതിനും പിടിച്ചതിനൊക്കെ കൊണ്ട് കേസ് കൊടുക്കും. അപ്പോൾ അതുപോലെ തന്നെ രാജനൊന്ന് കൊടുത്തിരുന്നെങ്കിൽ രാജൻ്റെ സുഹൃത്തുക്കൾ മറ്റവരൊക്കെ എന്ന് പറഞ്ഞത് ഞാൻ അന്നേ പറഞ്ഞു. അന്ന് രാത്രി തന്നെ രാജനെ വിളിച്ച് പറഞ്ഞ് രാജ പെട്ടെന്ന് കേസ് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ അവൾ ഒരു കേസ് കൊടുപ്പുകാരി ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അന്ന് ഇടത് മുന്നണി സർക്കാരാണ് ഭരിക്കുന്നത്. അപ്പം പിന്നെ ഇവൾ ഈ പരാതി എടുത്തിരിക്കുന്ന വീഡിയോ രാജൻ ഒരിക്കലും പച്ചത്തെറിയൊന്നും പറഞ്ഞിട്ടില്ല. അതിനകത്ത് തന്നെ പറമ്പിൽ മുരുക്കി വെച്ച് പിടിപ്പിക്കണമെന്നോ, പിന്നെ ഇവളുടെ വീട്ടിലെ ഏറ്റുമാനൂക്കാരൻ കുര്യാക്കോസിൻ്റെ ഒരു മകൻ എബിൻ പോയി കുറേ കാലം താമസിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ രാജനൊരു സ്വഭാവമുണ്ട്, പറഞ്ഞു പോകും, കത്തിക്കയറി പോകുമ്പോൾ എവിടെ നിർത്തണം, എങ്ങനെ ലിമിറ്റ് ചെയ്യണമെന്ന് രാജൻ അറിഞ്ഞുകൂടും. പാവം ഇച്ചിരി പഴയ മദ്യപാനത്തിൻ്റെ ചില അവശിഷ്ടങ്ങളൊക്കെ ഞരമ്പിലൊക്കെ ഇച്ചിരി ബലഹീനമായിരിക്കും മേ ബി. അപ്പോൾ അങ്ങനെ ഒരു കാര്യമുണ്ട്. അതായിരിക്കും പുള്ളിക്ക് പറ്റിയൊരു അബദ്ധം അതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. രാജൻ്റെ ആവേശമാണ് രാജന് പലപ്പോഴും വിനയായിട്ട് തോന്നുന്നത്. രാജൻ പറയുന്ന കാര്യങ്ങൾ പലപ്പോഴും സത്യം. അങ്ങനെയാണ് ഫ്രണ്ടായെന്ന് ഞാൻ പറഞ്ഞല്ലോ. നമ്മുടെ രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ അടുത്ത് നമ്മുടെ മാങ്കോഴിയും ഷാഫി സെറ്റും എല്ലാം കൂടി ചില കളികൾ നടത്താൻ ശ്രമിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു, എൻ്റെ രഹസ്യമുണ്ട്, ഞാൻ വലിയ കളി കളിച്ച് ഇറക്കുമെന്ന് പറഞ്ഞ് അന്നേരം ഷട്ടപ്പായി. അപ്പം ഇവരുടെ ഈ ഗാങ്ങിൻ്റെ പരിപാടി ഇങ്ങനെയാണ്. അപ്പോൾ ഈ ഗാങ്ങിൽ പുതിയൊരു ഇന്നലെ വരെ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നവൾ ഒരു ഇരുണ്ട് വെളുത്തപ്പോൾ കോൺഗ്രസ് അയാളാന്ന് നടക്കണം. ശൂന്യതയിൽ നിന്ന് പോലും കേസുകൾ സൃഷ്ടിക്കാൻ ബഹുമെടുക്കുകയാണ് ഇവളെ. കേസുകൾ കൊടുക്കുന്ന ഒരു ഹരമാണ്. താനൊരു സ്ത്രീ ആയതുകൊണ്ട് തനിക്ക് ആരെയും എന്തും പറയാമെന്ന് താൻ വിചാരിച്ചാൽ എല്ലാ പുരുഷന്മാരെയും പൂട്ടാമെന്നൊക്കെ ധരിച്ച് വശായിരിക്കുന്ന ഒരു സ്ത്രീയാണ് ഈ സ്ത്രീയെ. അപ്പം ഞാൻ ഇപ്പോഴും ഒരു പ്രഡിക്ഷൻ നടത്തുകയാണ്, കോൺഗ്രസ്സിനെ സി പി ഐയിൽ സാമാന്യം കൊള്ളാമെന്ന്. ഞാൻ പത്തനംതിട്ട 10-18 വർഷം ജോലി ചെയ്ത ഒരു ബാങ്കിൽ, ഒരു സഹസാൽകൃത ബാങ്കിൽ. എനിക്ക് പത്തനംതിട്ട ശരിക്കറിയാം, ഇൻസൈഡ് ഔട്ട് അറിയാം. 18 കൊല്ലത്തോളം ആ ജില്ലയിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വ്യക്തമായിട്ടറിയാം. അപ്പം AP ജയൻ എന്ന് പറയുന്ന CPI നേതാവ് സാമാന്യേന നല്ല പേരുള്ളൊരു മനുഷ്യൻ. അയാളെ കുളം തോണ്ടിയിട്ടാണ് കാനൻ രാജേന്ദ്രൻ, എൻ്റെ നാട്ടുകാരനാണ്. കാനൻ രാജേന്ദ്രൻ ആരാന്ന് എനിക്കറിയാം. AP ജയൻ കാനൻ രാജേന്ദ്രനൊക്കെ നല്ലയാളാന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. കാനൻ രാജേന്ദ്രൻ ഹീസ് നോമർ. അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഇത്രയും മാത്രം പറയാൻ വേണ്ട. ഒരു സാലിവധം നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, അത്രയും മാത്രം പറഞ്ഞുകൊണ്ട് ഞാനത് നിർത്തുന്നു. പോട്ടെ. അപ്പം ഈ സ്ത്രീ കോൺഗ്രസ്സിനൊരു ഭാരവും പാരയുമായിട്ട് മാറാൻ പോവുകയാണ്. ഇവർ അപ്പം CPIയിൽ നല്ല പേരുണ്ടായിരുന്നൊരു വ്യക്തിയെ കുളം തോണ്ടിയിട്ടാണ്, പാര പണിതിട്ടാണ് ഇവർ CPI വിട്ടതും ഇന്നലെ കോൺഗ്രസ്സിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. പിന്നെ വാചകമടിക്കാൻ കഴിയുമെന്ന ഒറ്റ കഴിവിലൂടെ മാത്രം കയറി വന്ന രണ്ട് രാഷ്ട്രീയക്കാരാണ് രാഹുൽ മാങ്കൂട്ടം, ശ്രീനാദേവി. ഇവിടെ ഇരുത്തി തറപ്പിച്ചുള്ള ശബ്ദത്തിൽ ഇവൾ സംസാരിക്കുന്നു. അവനെ കയറ്റവിറക്കങ്ങളും ശബ്ദത്തിന് ആവശ്യാനുസരണം വ്യതിയാനമൊക്കെ വരുത്തി അവർ സംസാരിക്കുന്നു. ഇതാണ് ഇവരുടെ വിശേഷം. ഇങ്ങനെയുള്ളവർ വെറും നാക്കിൻ്റെ പച്ച മാത്രമുള്ളവരെ അവരുടെ വ്യക്തിത്വത്തിൻ്റെ അവരുടെ ബഹുഭൂരിപക്ഷം വരുന്ന മലീമസമായ വശങ്ങൾ മനസ്സിലാക്കുന്നതിൽ ഉപരിപ്ലവമായി മാത്രം ചിന്തിക്കുന്ന ഭൂരിപക്ഷ കേരള സമൂഹം ദയനീയമായി പരാജയപ്പെട്ടിരിക്കുന്നു എന്നെനിക്ക് വേദനയോടെ പറയേണ്ടി വരും. അല്ലെങ്കിൽ ഈ രണ്ടെണ്ണം ഇന്ന് കേരള രാഷ്ട്രീയ ചിത്രത്തിൽ തന്നെ കാണുകയില്ലായിരുന്നു. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ശ്രീനാദേവിയെ പിന്നെ ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനിയും ചിലതൊക്കെ പറയാനുണ്ട്. അത് വരും വീഡിയോകളിൽ ഞാൻ പറയുകയും ചെയ്യും. അവൾക്കെന്നെ അവളുടെ അടുത്ത ശത്രുവായിട്ട് കാണാം. ഈ വീഡിയോ അരിച്ചു പെറുക്കി നോക്കിക്കോ, കേസ് കൊടുക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിക്കോ. അവളും അവിടെ ചേട്ടനും ഗുണ്ടകളാണ്. അവിടെ ചേട്ടൻ ഗുണ്ടയാണ്, 2 വയസ്സ് മൂത്ത അവിടെ ചേട്ടൻ ഗുണ്ടയാണ്. അവൻ്റെ ഭാഷണം കേൾക്കുമ്പോൾ അറിയാം ഗുണ്ടായുസമായിട്ട് ഇഞ്ഞവ. ചങ്ങനാശ്ശേരി അച്ചായന്മാർക്കും ഈ കളിയൊക്കെ അറിയാം. അതുകൊണ്ട് ഈ ഗുണ്ടായുസം VD സതീശനാണ് ഇവിടെ ഭരിക്കുന്നത്. ഈ രാജൻ ജോസഫ് കൂളായിട്ട് ഊരിപ്പോരും. രമേശ് ചെന്നിത്തലാണ് ഇവിടുത്തെ ആഭ്യന്തരമന്ത്രിയാണെങ്കിൽ ഈ രാജൻ ജോസഫ് കൂളായിട്ട് ഊരിപ്പോരും. നീ പലതിനും ഉത്തരം പറയേണ്ടി വരും. ഞാനാണ് പറയുന്നത്. അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പാണ് ഈ തെറി. അപ്പം തൽക്കാലം അവസാനിപ്പിക്കട്ടെ, ബാക്കി അടുത്തതിൽ. ഓക്കെ.